നമ്മൾ ജർമ്മനിയിൽ എത്തിയിട്ട് നമ്മുടെ ഫസ്റ്റ് സ്നോ ആണ്. പിന്നെ രാവിലെ ഞാൻ വിൻഡോ ഒന്നും തുറന്നില്ല കേട്ടോ. പിന്നെ എനിക്ക് വർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ വർക്കിന് വേണ്ടി റെഡിയായിട്ട് പുറത്തിറങ്ങി കഴിഞ്ഞപ്പോഴാണ് ഞാൻ സ്നോ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഷൂസ് ഇട്ട് തന്നെയാണ് ഇറങ്ങിയതും. നടക്കാൻ ബുദ്ധിമുട്ടുണ്ട്, ബട്ട് ഇറ്റ്സ് ഓക്കെ. ഈ സ്നോ കണ്ടപ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു കേട്ടോ. എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ടാണ് സ്നോ കാണുന്നത് ഇങ്ങനെ. ട്രാം സ്റ്റേഷനിൽ എത്തിയപ്പോഴത്തേക്കും ആ എക്സൈറ്റ്മെൻറ്റ് അങ്ങ് മാറി കിട്ടി. കാരണം എല്ലാ ട്രാമും എല്ലാ ബസ്സും എല്ലാ ബാനും 1/2 മണിക്കൂർ 1 മണിക്കൂർ ലേറ്റാണ്. ഈ സ്നോൻ്റെ ഇതുകൊണ്ടായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം റോഡിലൊക്കെ സ്നോ ആണ്. അപ്പം അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുമായിരിക്കും. എന്തായാലും നമ്മളുടെ വർക്കിന് എങ്ങനെ പോയാലും ലേറ്റ് ആവും. അപ്പോൾ നമ്മുടെ ആദ്യത്തെ സ്നോ ഡേ ഒരു മെമ്മറി ആയിട്ട് ഇവിടെ കിടക്കട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. അതുകൊണ്ടാട്ടോ ഒരു വ്ളോഗായിട്ട് എടുത്തിടുന്നത്. അപ്പം നമ്മുടെ സ്റ്റുഡൻറ് ഹോമിൽ നിന്ന് ട്രാം സ്റ്റേഷനിലോട്ടുള്ള വഴിയാണ്. ആ ലൈക്ക് 2 വഴി കാണുന്നത് ആ റോഡാട്ടോ. ഇപ്പം നിങ്ങൾക്ക് കാറൊക്കെ പോയത് ജസ്റ്റ് കാണുമ്പോൾ അറിയാം. സോ ഇതാണ് എൻ്റെ ഡോമിൽ നിന്ന് ട്രാം സ്റ്റേഷനിലോട്ടുള്ള വഴിയാണ്. അപ്പം അവിടെ കുറച്ച് റോഡിൻ്റെ പണിയൊക്കെ നടക്കുന്നതുകൊണ്ടാണ് അവിടെ ബാരിയേഴ്സൊക്കെ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുറച്ച് ഫോട്ടോസ് കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഞാൻ മെഗ്ഡി എത്തിയിട്ടു. ഇനി ഞാൻ വേറെ 2-3 ബസ്സൊക്കെ മാറി കയറിയിട്ടാണ് സമയത്ത് എത്താൻ വേണ്ടിയിട്ട് എത്തിയത്. ജസ്റ്റ് ഡ്രൈവിംഗ് ഉണ്ട്, അതിൻ്റെ ആ വഴി മാത്രമാണ് കാണുന്നത്. തിരിച്ചിറങ്ങിയപ്പോൾ നൈറ്റ് തിരിച്ചിറങ്ങിയപ്പോൾ സ്നോ ഒക്കെ മെൽറ്റായി ഏകദേശം മെൽറ്റായുള്ള അവസ്ഥയാട്ടോ. എൻ്റെ ഡോമിൻ്റെ അവിടെ നിന്നുള്ള ഒരു കംപ്ലീറ്റ് വ്യൂ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചതാട്ടോ. ഇത് കംപ്ലീറ്റ് വ്യൂ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാണ് എൻ്റെ ഡോം. അപ്പോൾ ഇതാട്ടോ നമ്മുടെ സ്നോവിൻ്റെ വ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.